എടോ ഇൻസ്പെക്ടർ സാറേ, ഒന്ന് വേഗം ഇറങ്ങി വാടോ. ഇതൊരാന കുളിയാണല്ലോ സാറേ. പിന്നെ രാത്രി ഇങ്ങനെ കുളിച്ച ജലദോഷം പിടിക്കും. പോലീസാണെന്ന് കരുതി പനിക്ക് പേടിയൊന്നുമില്ല. ഒന്ന് വിട്ടേ, ഡ്രസ് മാറട്ടെ. ഒന്ന് വേഗം വാ. എടോ, ആ യൂണിഫോം എടുത്തിട്ടേക്കരുത്. ഇന്നായപ്പോ ആ മുല്ലപ്പൂവും ഇല്ല. ഭക്ഷണം കഴിക്കണ്ടേ? ഓ, എനിക്ക് വിശപ്പൊന്നുമില്ല. എന്നാ എനിക്കും വേണ്ട. പൂ പോലെ ഇരുന്ന കൈ ഈ പരുവത്തിലായല്ലോ. പേന പിടിക്കുന്ന കൈയല്ലേ ഇത്? കൈ മാത്രമല്ല, പിന്നെ ശരീരം ഗുസ്തിക്കാരുടെ പോലെ ആയിട്ടുണ്ട്. എന്നാലൊന്ന് പിടിച്ചു നോക്കാം. വെറുതെ കുസ്തി പിടിച്ച് സമയം പാഴാക്കുന്നതിനാ. പിന്നെ മുല്ലപ്പൂ ഇല്ലെങ്കിൽ എന്താ? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ മോനെ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൂട്ടുന്നത്. ചില സ്വപ്നങ്ങൾ സത്യമാകാറുണ്ട്. പക്ഷേ അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ? ശല്യം. ഹലോ, എസ് ഐ ഗീത ഹിയർ. ഉണ്ട്, കൊടുക്കാം. ചേട്ടനാ? ഹലോ, അതെ. യെസ് സർ. ഓക്കെ, മാനേജിംഗ് എഡിറ്ററാണ്. ഞാൻ എഴുതിയ റിപ്പോർട്ടുമായിട്ട് വീട്ടിലെത്തണമെന്ന്. ഉടനെ വരാം. ഉറങ്ങിപ്പോലെ. എലവുമരം പൂത്തപ്പോ കാക്കയ്ക്ക് വായ്പൊണ്ണ. വരൂ വരൂ, ഇരിക്കൂ. താങ്ക് യു സർ. ഒരു സ്മാൾ അടിക്കുന്നു. നോ താങ്ക്സ്, പ്ലീസ്. അല്പം പ്ലീസ്. വേണുവിന്റെ ആ റിപ്പോർട്ട് നാളത്തെ പത്രത്തിൽ തന്നെ നമുക്ക് ഫ്ലാഷ് ചെയ്യണം. എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? ഈ വാർത്ത പുറത്തു വന്നാൽ പാർലമെന്റിൽ ഒരു ഒച്ചപ്പാട് തന്നെ ഉണ്ടാകും. അത് നമ്മുടെ പത്രത്തിന് വലിയ പ്രശംസയാകും. തീർച്ചയായും. രാധാകൃഷ്ണ, എന്തോ? വേണു പ്രസ്സിൽ ചെന്ന് മാറ്റർ കൊടുത്ത് അതിന്റെ പ്രൂഫ് നോക്കിയിട്ട് പോയാ മതി. നീ ഡ്രൈവറോട് വേണു സാറിനെ പ്രസ്സിൽ കൊണ്ടുപോയി വിടാൻ പറ. ശരി സർ. വരട്ടെ സർ. നീയാണോടെ ഇവിടുത്തെ CBI ഓഫീസർ?
സമയം എത്രയായി? 2:10. കൃത്യം 2:40 ട്രെയിൻ എത്തും. ഈ ബോഡി കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിലിട്ടേക്കും. ശരി സാർ. സാറേ എന്റെ കാര്യം ഞാനിത് ആദ്യമായിട്ടൊന്നല്ലോ. എടുത്തിട്ട് പോ, ഞാൻ നോക്കിക്കോളാം. വേണു സാറിനെ പ്രസിലേക്ക് കൊണ്ടുപോയി ഡ്രൈവറെ നീ അറിയില്ലല്ലേടാ? ഞാൻ ആദ്യമായിട്ട് അയാളെ കണ്ട. പറയടോ. സത്യം എന്താണെന്ന് നിന്നെ കൊണ്ട് പറയുന്നേ തെറ്റിദ്ധരിക്കരുത്. പ്രതിയെ ഉപദ്രവിക്കരുത്. ഇവനെ കോടതി ഹാജരാക്കിയിട്ട് പോരെ. ശരിയാ, ഇവനെ ലോക്കപ്പിലിട. നീ സത്യം പറയില്ലല്ലേടാ? നൊന്തോ നൊന്തോ തമാശ പറയാതെ. ചേട്ടാ ചേട്ടാ, ഇതാ കാപ്പി. ഞാൻ കാരണം വളരെയധികം വിഷമമായല്ലേ? യാതൊരു വിഷമവുമില്ല. നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാത്രം മതി. കൊട്ടാരം പോലൊരു വീടുണ്ടായിട്ടും ഈ വാടക വീട്ടിൽ. അത് സാരമില്ല. കുറെ കഴിയുമ്പോ ചേട്ടൻ തന്നെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും. സത്യം, അതാ പല്ല് ശബ്ദിച്ചു. പ്രകാശ്, സ്നേഹമുള്ള ഭർത്താവാണ് നീ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തും. എന്നിട്ട് വളരെ ബുദ്ധിപൂർവം അവളെ നീ അവസാനം 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 ഹലോ, എസ് ഐ ഗീത ഹിയർ. പത്ര റിപ്പോർട്ടർ വേണുവിന്റെ അപകട മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏതുവരെയായി? നടത്തിക്കൊണ്ടിരിക്കുന്നു സാർ. ആ ഫയൽ ഇന്ന് തന്നെ എനിക്ക് എത്തിക്കണം. ശരി സാർ. ആരാ മാഡം? SP സാറാ. എന്റെ ഭർത്താവിന്റെ ഈ ഫയൽ
ഇന്ന് തന്നെ അദ്ദേഹത്തിന് എത്തിക്കണമെന്ന്. ആ എങ്കിലീ വയല് പോക്ക. പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഭർത്താവിന്റെ കൊലപാതകം അപകട മരണമാണെന്ന് നിയമം വിധി എഴുതിയത് നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് ഞാൻ. എനിക്ക് മടുത്തു കുറുപ്പേ. തീയിൽ കുരുത്തത് വെയിലത്ത് പാടരുത്. ഇവിടെ വേലി തന്നെ വിളവ് തന്നെയാണ്. കുറുപ്പിനറിയാമോ? പലരും എന്റെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്റെ ഈ കാക്കിയോട് പൂരിക്കുമെന്ന്. അങ്ങനെ മറ്റുള്ളവർ ഊരി അറിയിക്കുന്നതിന് മുമ്പ് സ്വയം ഇത് ഊരി അറിഞ്ഞിട്ട് രക്ഷപ്പെടുകയല്ലേ കുറുപ്പേ നല്ലത്? അരുത് മാഡം, സഖാവ് രാഘവന്റെ പാരമ്പര്യം ഇതല്ലായിരുന്നു. എല്ലാം സൂക്ഷിച്ചു വേണം. വേണ്ട, ചെങ്കോട്ട വഴി വന്നാൽ മതി. ഒരു കാരണവശാലും നമ്മുടെ ലോറി ഉപയോഗിച്ചു പോരുത്. ഹലോ, ഒരു കാര്യം കൂടി, വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും എന്റെ പേര് പറയരുത്. ഓക്കെ? ബാക്കി കാര്യങ്ങൾ മായ തന്നെ കൈകാര്യം ചെയ്താൽ മതി. പാലായിൽ അവറാച്ചനെയും കുന്നംകുളത്ത് മുസ്തഫയും കണ്ട് കാര്യങ്ങൾ മായ തന്നെ നേരിട്ട് സെറ്റിൽ ചെയ്യണം. ഞാൻ ഒന്നിനോട് ഞാൻ കൂടെ ഉള്ളപ്പോൾ ഡാർലിംഗ് ഇതിലൊന്നും ഇടപെടണ്ട. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. മേടിക്കേക്കാം.